ഹലോ എൻ്റെ 9ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട മക്കളെ, ജിയോ ലവ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷയാണല്ലോ. അപ്പോൾ എല്ലാ മക്കളും നല്ല ഭംഗിയായിട്ട് എല്ലാ ചോദ്യത്തിനും ഉത്തരം ശരിയായിട്ട് എഴുതി നല്ല രീതിയിൽ വിജയിച്ച് വരാൻ ആശംസിക്കുകയാണ്. ആദ്യം തന്നെ ഇന്ന് ഞാൻ പറയുന്നത് ജോഗ്രഫിയിലെ 4ാമത്തെ ചാപ്റ്ററായിട്ടുള്ള മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി എന്നുള്ള 4ാമത്തെ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ മാത്രമാണ് പറയുന്നത്. അപ്പം അതേതാണെന്ന് വെച്ചാൽ മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനായിട്ട് നാളത്തെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. മനുഷ്യ മൂലധന രൂപീകരണം അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന്. ഇതിൽ 1ാമത്തെ ഘടകം വിദ്യാഭ്യാസമാണ്, 2ാമത്തേത് ആരോഗ്യമാണ്, 3ാമത്തേത് കുടിയേറ്റം, 4 തൊഴിൽ പരിശീലനം, 5 വിവര ലഭ്യത. ഇതൊക്കെയാണ് മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇതിൽ ആദ്യത്തെ പോയിൻ്റായിട്ടുള്ള ഘടകമായ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്ന ജീവിത നിലവാരം നേടുക എന്നതിലുപരി ഉന്നത മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് ആ വ്യക്തിയുടെ കഴിവ് വർദ്ധിക്കുന്നു. കഴിവ് വർദ്ധിക്കുന്നതനുസരിച്ച് സാങ്കേതിക പരിജ്ഞാനം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഏത് ജോലിയിലാണ് അതിനുള്ള നൈപുണ്യ വികസനം വരികയാണ്. ആ ജോലിയിൽ കൂടുതൽ പരിജ്ഞാനം ആ മേഖലയിൽ ഉണ്ടാകുന്നു. അത് കൂടുതൽ പരിജ്ഞാനം കിട്ടുമ്പോൾ മെച്ചപ്പെട്ട തൊഴിൽ കിട്ടും, മെച്ചപ്പെട്ട വരുമാനം കിട്ടും, മെച്ചപ്പെട്ട ജീവിത നിലവാരം, അതിലൂടെ രാജ്യത്തിൻ്റെ പുരോഗതി ഉണ്ടാവുന്നു. ഓക്കെ, ഇതാണ് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. 2ാമത്തെ ഘടകമായിട്ടുള്ള ആരോഗ്യമാണ്. ശാരീരികവും മാനസികവും സാമൂഹികമായ സുസ്ഥിതിയാണ് ആരോഗ്യം എന്നത് ലോകാരോഗ്യ സംഘടന നിർവചിക്കുന്നത്. ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. ആരോഗ്യ പരിപാലനത്തിനായി നിരവധി സ്ഥാപനങ്ങൾ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും സഹകരണ മേഖലയിലും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത പോയിൻ്റാണ് കുടിയേറ്റം. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. ജനങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ടോ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടോ മറ്റ് രാജ്യങ്ങൾ അല്ല മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കും. അപ്പോൾ അത് സ്ഥിരമായിട്ടും ആകാം താൽക്കാലികമായിട്ടും ആകാം. ഇങ്ങനെ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. അടുത്ത ഘടകമാണ് തൊഴിൽ പരിശീലനം. ചില പ്രത്യേക മേഖലകളിൽ തൊഴിലുകൾ ലഭിക്കുന്നതിന് നൈപുണ്യ വികസന പരിശീലനങ്ങൾ നിർബന്ധമാണ്. ഉദാഹരണം ഡോക്ടർ, എഞ്ചിനീയർ, അധ്യാപകർ, ഇവർക്ക് തന്നെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിശീലനം ലഭിക്കുന്നതാണ്. അതാണ് തൊഴിൽ പരിശീലനം. അടുത്ത ഘടകമാണ് വിവര ലഭ്യത. മനുഷ്യ മൂലധന രൂപീകരണത്തെ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് വിവര ലഭ്യത. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ തുടങ്ങിയ വിവിധ മേഖലകളിൽ സേവനങ്ങൾ മനുഷ്യ മൂലധന രൂപീകരണത്തിന് ആക്കം കൂട്ടുന്നു. ഇനി വിവിധ മേഖലകൾ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് വിവരശേഖരണം നടത്തുന്നതിനും അത് ജനങ്ങളെ സഹായിക്കുന്ന തരത്തിൽ വിവര ലഭ്യത പരിപോഷിപ്പിക്കേണ്ടതുമുണ്ട്. വിവര ലഭ്യത ഉറപ്പുവരുത്തി മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അനിവാര്യമാണ്. അതായത് നമുക്ക് ഏതെല്ലാം സേവനങ്ങളാണ് നമുക്ക് നമ്മുടെ ഇവിടെ കിട്ടുക എന്നുള്ളതിന് ആ വിവര ലഭ്യതയും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ രാജ്യത്തിൻ്റെ പുരോഗതി സാധ്യമാവുകയുള്ളൂ.